കേന്ദ്രവിരുദ്ധ സമരത്തിന് ആളെ കൂട്ടാൻ നീക്കവുമായി കെ.വി. തോമസ്. കേന്ദ്രവിരുദ്ധ സമരത്തിന് ആളെ കൂട്ടാൻ ആവശ്യപ്പെട്ട് ഡൽഹിയിലെ മലയാളി സംഘടനകൾക്കാണ് കത്തയച്ചത്. കേരള സർക്കാരിന്റെ ലെറ്റർ പാഡിലാണ് കെ.വി. തോമസിന്റെ ആഹ്വാനം. കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി എം.കെ. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കേന്ദ്രവിരുദ്ധ സമരം ഡൽഹിയിൽ നടത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതൊരു സർക്കാർ പരിപാടിയാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? LDFന്റെ തീരുമാനമായിരുന്നു. പ്രതിപക്ഷത്തെ സമരത്തിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമരം പിന്നീട് സമ്മേളനമായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ലെറ്റർ പാഡിൽ കേരളത്തിൻ്റെ കേന്ദ്രത്തിലെ പ്രതിനിധിയായ കെ.വി. തോമസ് ഡൽഹിയിലെ മലയാളി സംഘടനകളോട് അഭ്യർത്ഥിക്കുകയാണ് സമരത്തിൽ പങ്കെടുക്കുന്നതിനായി. തീർച്ചയായും മിസ്റ്റർ ശർമ്മ, നമുക്കറിയാം ഫെബ്രുവരി 8-ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ LDFിലെ MLA-മാരും MP-മാരും ഒക്കെ ചേർന്ന് ഡൽഹിയിൽ ഒരു കേന്ദ്ര വിരുദ്ധ സമരം നടത്തുന്നു. പക്ഷേ ഇത് സർക്കാർ പരിപാടിയല്ല, തികച്ചും രാഷ്ട്രീയപരമായ പരിപാടിയാണ്, ഒരു സമര പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു സംവിധാനങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഡൽഹിയിൽ ഇപ്പോഴുള്ള സർക്കാരിന്റെ പ്രതിനിധിയാണ് കെ.വി. തോമസ്. നമുക്കറിയാം, സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാണ് അദ്ദേഹം. സർക്കാരിന്റെ, അതായത് കേരള സർക്കാരിന്റെ മുദ്രയുള്ള ലെറ്റർ പാഡ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ മലയാളി അസോസിയേഷനും അതേപോലെ തന്നെ അതുപോലുള്ള സംഘടനകൾക്ക് കത്തയച്ചിരിക്കുകയാണ്.